ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫേസിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫേസിൽ നമ്മളിന്ന് പണിയാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി ഫേസിൽ 2-3 കുത്തും കോമയൊക്കെ അവിടെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫേസിലുള്ള ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കാർമസിയുടെ ആ ഒരു റേസർ ഇല്ലേ, നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ആ സംഭവമാണ് എടുക്കണേ. പിന്നെ ഫേസിൽ ഇടുന്നത് നമ്മൾ എന്താ പറയുക, നോർമലി ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഓയിലുണ്ട്. അത് ഇതുവരെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാണ്, നമ്മുടെ ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം വീഡിയോ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഫേസിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഫേസിൽ ഹെയർസ് ഉണ്ടായിരുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫേസിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്യാം. ഇനി അതല്ല അങ്ങനെ ഇരുന്നോട്ടെ എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഹെയർ റിമൂവ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഞാൻ ആദ്യം വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്തും അതേപോലെ ഫേസിൽ എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ ക്ലീനപ്പും കാര്യങ്ങളും ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമേ ഞാൻ ഇതേപോലെ ഹെയർ റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ ഒരു പരിപാടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് സംഭവം ഇഷ്ടമായി. കാരണം ഈ ഫേസിലുണ്ടാകുന്ന ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും, നല്ല എന്താ പറയുക, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർ ഗ്രോത്തിനനുസരിച്ച് ചെയ്യുന്നതിനോണ്ട് തന്നെ ഇപ്പോൾ ഞാൻ അതിൽ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്, ഓക്കെ. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇത് ഫേസിൽ മാത്രമല്ല കേട്ടോ, കയ്യിലെ കാലിലൊക്കെ ഹെയർസ് ആണെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ ഹെയർ മാത്രമല്ല, നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ഓയിലും കൂടി ഇല്ലേ, അതും കൂടിയാണ് ഇപ്പോൾ ഈ വരുന്നത്. അപ്പോൾ ഫേസ് നല്ല ബ്രൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കിലും കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. നെക്കിൽ ചെറിയ ചെറിയ ഹെയർസ് നെക്കിലും ഉണ്ടാവും, ചെറിയ ചെറിയ രോമങ്ങൾ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഷെയ്ഡ് ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ത്രെഡ് ചെയ്യുമോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ത്രെഡ് ഞാൻ എപ്പോഴും ചെയ്യാറില്ല. ഇതും അതേപോലെ തന്നെയാണ്. വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകാറുള്ളൂ. അല്ലെങ്കിൽ നോർമലി എങ്ങനെയാണോ ഉണ്ടാവുക ഒരു അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ ഗൈസ്, ഓക്കെ. അപ്പോൾ നെറ്റിയിലും ഇതേപോലെ തന്നെ ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഫേസിലുള്ള ഹെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ, അതായത് നമ്മൾ ഇനി വരുന്ന ഹെയർ നല്ല കട്ടിയുള്ളതുപോലെയോ അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാകുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഇല്ല കേട്ടോ. നോർമലി എങ്ങനെയാണോ ഉണ്ടാകുക അതേപോലെ തന്നെയൊക്കെ തന്നെ ഫേസിൽ ഹെയർ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. അതായത് ഹോർമോൺ ഇംബാലൻസും ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ കോമൺലി പറയുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. നോർമൽ എങ്ങനെയാണോ നമുക്ക് ഫേസിൽ ഉണ്ടാവുക അതേപോലെയൊക്കെ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. വീണ്ടും പറയാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല സോഫ്റ്റായിട്ടും അതേപോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫുള്ളായിട്ടൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഹെയർ റിമൂവ് ചെയ്ത ഭാഗത്ത് സെയിം ആ ഒരു ഓയിൽ തന്നെ ഞാൻ ഫുൾ കംപ്ലീറ്റ്ലി ഫേസിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങളെന്താ പറയുക, നമ്മൾ ഫേസൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫേസിൽ ഞാൻ നല്ലപോലെ തന്നെ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്കിലേക്കും കൂടി ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിലേക്ക് ആക്കുന്നത് എന്താ വെച്ചാൽ, ഫേസിൽ ഹെയർ ഓൾറെഡി എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് വേറൊരു കളറായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഹെയർ നെക്കിലേക്കുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് എടുക്കാം.
കണ്ടോ ഇതേപോലെ എടുക്കുക. നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ബ്ലാക്ക് കളർ ഒരു സംഭവം അങ്ങനെ വരുന്നത്. അത് ആക്ച്വലി ഓയിലും അതേപോലെ തന്നെ ഹെയറും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി നോക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുറിയൊന്നുമില്ല, എന്നാലും നമ്മൾ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടികളൊന്നും ഈ പരിപാടിക്ക് പോകാത്തതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കാർമസിയുടെ ഈ ഒരു റേസറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബാം വാങ്ങിക്കാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ ചെയ്യുന്നതിൻ്റെ മുൻപൊക്കെ ഫേസിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എന്തെങ്കിലും ഒരു ഒന്ന് ഫേസിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഈ നോർമൽ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഫേസും അതേപോലെ തന്നെ നെക്കൊക്കെ ഒന്ന് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ടും ഏകദേശം ഒരേ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു സെയിം ഓയിലില്ലേ, ആ ഓയിൽ കുറച്ചുകൂടി എടുത്തിട്ട് നെക്കിലും കൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്കിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മസാജ് ചെയ്യുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്വാഷ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് വേറൊരാൾ ചെയ്ത് തരികയാണെങ്കിൽ കുറച്ചുകൂടി സുഖമായിരിക്കും. നല്ല ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അല്ലേ. ഇതെന്തായാലും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സ്കിൻ കെയറിൽ ഇതേപോലെ ഫേഷ്യൽ മസാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫേസ് നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഒരു കുട്ടി മസാജും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. ഏതെങ്കിലും എന്താ പറയുക, അല്ലെങ്കിൽ DIYസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ മുഖം കഴുകി വന്നപ്പോൾ കണ്ടോ മുഖം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫേസിലിടുന്ന ഒരു പാക്കാണ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ മിസ്സായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മിസ്സായി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഫേസ് കംപ്ലീറ്റ്ലി ഇട്ടിട്ട് വീണ്ടും ഞാൻ നോക്കിയതാണ് ജസ്റ്റ് ഒന്ന് ഫോൺ. അപ്പോഴാണ് ഞാനത് ഷൂട്ടായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി കാണിച്ചാൽ നമുക്ക് അതിൻ്റെ വീഡിയോ എക്സ്ട്രാ ചെയ്യാം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഫേസിലുള്ള മാറ്റം നിങ്ങൾ കണ്ടോ? എന്ത് ബ്രൈറ്റ് ആയിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ആ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം കേട്ടോ.